ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എൻ്റെ കയ്യിൽ കറൻ്റ്ലി ഉള്ള കുറച്ച് ലിപ്സ്റ്റിക്സിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിക്കാൻ ഓർത്തു. അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു 10 എണ്ണമാണ്. എൻ്റെ കയ്യിൽ വേറെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാനങ്ങനെ അധികം യൂസ് ചെയ്യാത്തതും പിന്നെ കുറച്ച് നാളായതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന ഷെയ്ഡ്സിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് തൊട്ട് വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സ് വരെയുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്സും ഉണ്ട്, ലിപ് ഗ്ലോസും ഉണ്ട്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡാണേ. ഇത് ലോറിയൽ പാരസിൻ്റെ 230 ഷോപ്പിംഗ് സ്പ്രേ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് എൻ്റെ സ്കിൻ ടോണിന് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ആൻഡ് ഞാനിത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഷെയ്ഡല്ല. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു ഷെയ്ഡ്. ഞാനത് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഷെയ്ഡാണ് ഇതിന്. ഇത് എൻ്റെ സ്കിൻ ടോണിലേക്ക് വരുമ്പം എനിക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ബ്രൈറ്റ് എന്ന് പറഞ്ഞാലും എന്താ പറയുക, എനിക്ക് എപ്പോഴും ഇടാൻ തോന്നുന്ന ഒരു ടൈപ്പ് ഒരു ബ്രൈറ്റ് അല്ല. സോ ഞാനിത് വല്ലപ്പോഴും ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. ഇതും ലോറിയൽ പാരസിൻ്റെ 150 ലേസി സൺഡേ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ടത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഞങ്ങളുടെ രണ്ടുപേരെയും സ്കിൻ ടോൺ ഡിഫറെൻ്റ് ആണ്, പക്ഷെ അപ്പം എനിക്ക് ആ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷെ ഇത് എനിക്ക് വരുമ്പം അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാനങ്ങനെ ഒത്തിരി ഡാർക്ക് ഉപയോഗിക്കുന്ന ആളല്ല. സോ ഞാൻ ഇതും വല്ലപ്പോഴുമേ ഇടാറുള്ളൂ ഈ ഒരു ഷെയ്ഡ്. ഇതാണ് ഷെയ്ഡ്. ആൻഡ് ഈ ഒരു ഷെയ്ഡും തമ്മിൽ ഞാൻ മിക്സ് ചെയ്തിടാറുണ്ട്. അപ്പോൾ ആ ഒരു ബ്രൈറ്റും ഈ ഒരു കുറച്ച് ഡാർക്കും കൂടെ വരുമ്പോൾ എനിക്കൊരു നല്ലൊരു കളർ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഞാനിത് യൂസ് ചെയ്യുന്നത് ഈ ഒരു 2 ഷെയ്ഡ് തമ്മിൽ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് രണ്ടും സിംഗിൾ ആയിട്ട് ഇടുന്നത് ഭയങ്കര കുറവാണ്. മിക്സ് ചെയ്തിടുമ്പോഴാണ് എനിക്ക് എൻ്റെ ഷെയ്ഡ് കുറച്ചും കൂടി ഇഷ്ടം. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നൈക്കയുടെ 18 ചായ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പം വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം നാട്ടിൽ നല്ല ഡിമാൻഡുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഇത് വാങ്ങി ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് കണ്ടിട്ട് പറയുകയും ചെയ്തായിരുന്നു ഇത് നല്ല ഷെയ്ഡാണല്ലോ എന്ന്. എനിക്ക് തോന്നുന്നു ഇത് എപ്പോഴും ഭയങ്കര നൈക്കയിലൊക്കെ നോക്കിയപ്പോഴും കുറച്ച് ഔട്ട് ഓഫ് സ്റ്റോക്ക് അങ്ങനെ എന്തോ കാണിച്ചൊരു ഷെയ്ഡായിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളറാണ്. ഇത് മിക്കവർക്കും അറിയാവുന്ന ഒരു ഷെയ്ഡായിരിക്കും. ഇത് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴും നല്ലപോലെ അത് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ ആദ്യം കാനഡയ്ക്ക് വന്നപ്പം നൈക്കയുടെ അപ്പം കുറച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു കുറച്ച് ഈ ലിക്വിഡ് അല്ല ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ഞാൻ എടുത്തിട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനത് അധികം അങ്ങ് യൂസ് ചെയ്തില്ല. പക്ഷേ ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് മിക്കവരുടെയും കയ്യിലുള്ള ഒരു ഷെയ്ഡാണ്. ഓക്കെ, ഇനി അടുത്തത് ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു 2ാമത്തെ വട്ടമാണ് ഈ ഒരു ഷെയ്ഡ് വാങ്ങുന്നത്. ഇത് റെവ്ലോണിൻ്റെ 006 മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫസ്റ്റ് നമ്മൾ ഇടുമ്പം ഒരു ചെറിയൊരു ഗ്ലോസി പോലെ ഇരിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ ആ ലിപ്പിലേക്ക് നല്ലപോലെ അതങ്ങ് ഒരു മാറ്റ് ഫിനിഷ് തരും. എനിക്ക് സെക്കൻഡ് ടൈമാണ് ഞാനിത് വാങ്ങുന്നത്. എനിക്കിത് ഇടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അത്യാവശ്യം ബ്രൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ബ്രൈറ്റ് അല്ല, എന്നാൽ ന്യൂഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡ് എൻ്റെ സ്കിൻ ടോൺ എനിക്ക് നന്നായിട്ട് മാച്ചായി പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ഇതാണ്. ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു കുറച്ചൊരു ഗ്ലോസി ഫീൽ കിട്ടും. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മുടെ ലിപ്സിലേക്ക് അത് നന്നായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നോളും സെറ്റായിട്ട്. അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങും ആണ് ആ ഷെയ്ഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇത് സെഫോറയുടെ അനസ്തേഷ്യ സൺ ബേക്ഡ് എന്ന് പറയുന്ന ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇതാന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ലിപ് ഗ്ലോസ് എനിക്ക് തോന്നുന്നു. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു സ്റ്റിക്കിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്മുടെ ഒരു ന്യൂഡ് ഷെയ്ഡാണ്, പക്ഷേ ഇത് കുറച്ചൊരു സ്റ്റിക്കിയാണ്. അതുകൊണ്ട് ഞാൻ
യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാറുണ്ട്, വല്ലപ്പോഴും, അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്, പക്ഷെ കുറച്ചൊരു സ്റ്റിക്കിയാണ്. ആൻഡ് നെക്സ്റ്റ് അടുത്തത് മാക്കിൻ്റെ ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് മാക്കിൻ്റെ മിക്കവർക്കും അറിയാവുന്ന ഒരു ഷെയ്ഡാണ്. മാക് 707 റൂബി വൂ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. നല്ല റെഡ് കളറാണ് ഇത്. ഞാൻ എന്തെങ്കിലും പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ DJ നൈറ്റ്സ് ഒക്കെ പറയില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഞാനിത് ഇടാറുള്ളൂ. ഇത് എനിക്കിഷ്ടമാണ് ആക്ച്വലി റെഡ് ലിപ്സ്റ്റിക്സ്, പക്ഷേ ഞാനങ്ങനെ കോമൺലി ഇടാറില്ല. പക്ഷെ എനിക്ക് റെഡ് ലിപ്സ്റ്റിക്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കട്ട റെഡാണിത്. ഇട്ടാൽ നമ്മുടെ ലിപ്സ് നന്നായിട്ട് എടുത്തറിയും. പക്ഷേ ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നമ്മൾ എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോഴോ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് പെട്ടെന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതാ എനിക്കൊരു ചെറിയൊരു ഇതായിട്ട് തോന്നിയത് ആ ഒരു ലിപ്സ്റ്റിക്കിൽ. ആൻഡ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മാർസിൻ്റെ ഈ ഒരു ലിപ് ക്രയോൺ ആണേ. ഇത് ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് ഷെയ്ഡ് പവർഫുൾ 08 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് കുറച്ചൊരു ബ്രൈറ്റ്, ഒരു പിങ്ക്, ആ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണിത്. എനിക്ക് ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമാണ്, ന്യൂഡ് ഷെയ്ഡ്സും ഇഷ്ടമാണ്. ബ്രൈറ്റ് ഷെയ്ഡ്സ് ഞാനങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല, പക്ഷേ എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്താ പറയുക തുടങ്ങിയ ഒരു ബ്രാൻഡാണ് കേട്ടോ മാർസ് എന്ന് പറയുന്നത്. മാർസിൻ്റെ പ്രോഡക്റ്റ്സ് ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാണ് മാർസിൻ്റെ ഈ ഒരു സാധനം ഞാൻ വാങ്ങിയത്. ആൻഡ് എനിക്ക് അവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇപ്പം ഞാൻ വാങ്ങി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം പോകുമ്പോഴും വേണം മാർസിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതെന്തായാലും ഐ ബിലീവ് ഇവിടെ കിട്ടില്ല. ഞാൻ ആമസോണിൽ നോക്കിയപ്പം അവർ അവിടുന്ന് നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു തരും. പക്ഷേ ഞാൻ ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ എന്ന് നോക്കി, പക്ഷെ അതിന് ഡെലിവറി ഡേറ്റ് ജൂലൈയിലേക്കാണ് കാണിക്കുന്നത്. സോ മാർസിൻ്റെ പ്രോഡക്റ്റ്സ് ഇവിടെ അങ്ങനെ അവൈലബിൾ അല്ല. പക്ഷെ മാർസിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഓക്കെ, ഇത് സ്വച്ച് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഷെയ്ഡാണ് ഇത് പക്ഷെ നല്ല ബ്രൈറ്റാണ്. ഫെയർ സ്കിൻ ടോണൊക്കെ അത്യാവശ്യം നല്ലപോലെ ചേർന്ന് പോകുന്നൊരു ഷെയ്ഡാണ് ഇത്. ആൻഡ് ഇനി ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന 2 സാധനങ്ങൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള 2 ആക്ച്വലി 3 ഓക്കെ, അത് ലാസ്റ്റ് 2 ഞാൻ കാണിക്കാം. ആൻഡ് അടുത്തത് ഈ ഒരു ലിപ് ഗ്ലോസ് ആണ്. ടവർ 28ൻ്റെ 075 ആണ്, D75 ആണ്, പിസ്താഷ്യോ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ഷോർട്സ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ഞാൻ മനുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെഫോറെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നൊരു സാമ്പിൾ പാക്കാണ് കേട്ടോ. പക്ഷെ ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മുമ്പേ കാണിച്ച സെഫോറയുടെ ആ ഷെയ്ഡ് പോലത്തെ തന്നെ ഒരു ഷെയ്ഡാണ് ലിപ് ഗ്ലോസിൻ്റെ. പക്ഷേ ഇതും എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഞാൻ മേ ബി ഈ ഫ്യൂച്ചറിൽ വാങ്ങാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷെയ്ഡ്. അത്യാവശ്യം ഇരുന്നോളും, കുഴപ്പമില്ല. ഇത് ഭയങ്കര ക്യൂട്ടല്ലേ, ചെറുതായുണ്ട്. സോ ഇത് നൈസാണ് കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് 2 എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയാം. അതിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഇത് റെവ്ലോണിൻ്റെ 003 വോണ്ടിറ്റോൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതാണ് ഞാൻ ഇപ്പം ഇട്ടേക്കുന്ന ഷെയ്ഡും. ഇത് ആക്ച്വലി ഞാൻ 2nd അല്ലെങ്കിൽ 3rd ടൈമാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങുന്നത്. ഇതിൻ്റെ ഗോ ടു ലിപ്സ്റ്റിക് എന്ന് തന്നെ പറയാം. എപ്പോഴും എന്ന പോലെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഞാനങ്ങനെ ജോലിക്കൊന്നും പോകുമ്പോൾ എപ്പോഴും ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം, എന്നാലൊന്ന് കുറച്ച് നന്നായിട്ടിരിക്കണം തോന്നിയാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ലതായിട്ട്. ഇത് അത്യാവശ്യം എല്ലാ സ്കിൻ ടോണുകാർക്കും മാച്ചായി പോകുന്ന ഒരു ഷെയ്ഡായതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ മമ്മിക്കും ഒരു പ്രാവശ്യം ഞാൻ വാങ്ങി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ഷെയ്ഡ്. ഈ ഷെയ്ഡാണ് ഞാൻ ഇപ്പം ഇട്ടേക്കുന്നത്. അടിപൊളി. അതായത് ഇത് എന്താ പറയുക, ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്യാൻ ഞാൻ പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത്യാവശ്യം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണുകാർക്കും നന്നായിട്ട് പോകുന്ന ഒരു ഷെയ്ഡാണ്. റെവ്ലോണിൻ്റെ വോണ്ടിറ്റോൾ 003. റെവ്ലോണിൻ്റെ ലിപ്സ്റ്റിക്സ് ഒക്കെ ആക്ച്വലി എനിക്കിഷ്ടം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു ലിപ് ഗ്ലോസ് ആണ്. മാർസിൻ്റെ
ടോഫി ടേൾ കാൻഡലേഷ്യസ് ലിപ് ഗ്ലോസ് ആണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഇത് നാട്ടിൽ മിക്കവർക്കും തന്നെ അറിയാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ മാർസിൻ്റെ ഇതിൻ്റെ വേറെ കുറച്ച് ഷെയ്ഡ്സും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആൾക്കാരിങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആക്ച്വലി നാട്ടിൽ വന്ന സമയത്ത് ഞാൻ വീഡിയോസ് നോക്കി ഏതാണ് നല്ലത്, കാരണം എനിക്കറിയില്ല ഇപ്പം എന്താണ് നാട്ടിലെ ലിപ്സ്റ്റിക്സിൻ്റെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവം, അല്ലെങ്കിൽ മസ്റ്റ് ട്രൈ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വീഡിയോസ് തപ്പി ഞാനങ്ങനെ എടുത്ത ഷെയ്ഡ്സ് ആണ് ഈ നൈക്ക ചൈ 80 എന്ന് പറയുന്നതും ഈ കാൻഡലേഷ്യസ് ഈ മാർസിൻ്റെ ടോഫി ടേൾ ലിപ് ഗ്ലോസും ഒക്കെ കേട്ടോ. ഇതും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇതും ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തപ്പോഴാണ് ഞാൻ മാർസ് പ്രോഡക്റ്റിൻ്റെ ഫാനായത് സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇതിൻ്റെ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാണ്. ഇത് നമ്മൾ നോർമലി ഇടുകയാണെങ്കിൽ ഒരു കുറച്ച് നേരം കുറേ നേരം നിൽക്കും. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലോസ് പോകും. പക്ഷേ നമ്മൾ ഇപ്പം ഈ ലിപ്സ്റ്റിക്കിൻ്റെ മേലിൽ ഞാൻ ഈ ലിപ് ഗ്ലോസും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നോർമലി അല്ലാത്തതിനേക്കാളും കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇതിൻ്റെ സ്മെല്ല് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. സോ ഓക്കെ, ആൻഡ് നമ്മൾ 10 കാണിച്ചു കഴിഞ്ഞു. ഇത് 10 അതിൻ്റെ ഷെയ്ഡ്സ്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡ്സ് എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ്. ഇത് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു ഭയങ്കര ഡാർക്കായിട്ട് ഇതുമാണ് ഞാൻ അങ്ങനെ തന്നെ അല്ലാണ്ട് സിംഗിളായിട്ട് ഇടാൻ എനിക്ക് കുറച്ചൊരു ഇതുള്ളത്. സോ ഞാൻ ഇത് മിക്സ് ചെയ്തിടും. അപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഷെയ്ഡ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സോ അത്രയാണ് എൻ്റെ കയ്യിലിപ്പം കറൻ്റ്ലി ഇട്ട ലിപ്സ്റ്റിക്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ട്രൈ ഓൺ ചെയ്യേണ്ട പുതിയ ലിപ്സ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ പറയുക. ഞാനൊരു പുതിയതായിട്ട് വന്ന ഒരാളാണ്, വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്കുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.